നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അസിസ്റ്റൻ്റ് കമ്പൈലർ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് കേരള പീസ് നടത്തിയ എക്സാമിനേഷൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് നടത്തിയ എക്സാമിനേഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 59/2024 മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും ഉണ്ടായിരുന്നു. നമുക്ക് മലയാളം മീഡിയം നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻസിൽ കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം, ഉടമ്പടി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ആറ്റിങ്ങൽ കലാപം ആദ്യത്തേത്, രണ്ടാമത്തെ കുളച്ചൽ യുദ്ധം, നെക്സ്റ്റ് വരുന്നത് ശ്രീരംഗപട്ടണം, ഉടമ്പടി, അടുത്തത് കുണ്ടറ വിളംബരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളുടെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം. സെക്കൻഡ് പാർട്ടിൽ വോൾട്ടെയർ, ട്രോട്സ്കി, തോമസ് പെയിൻ, സൈമൺ ബോളിവർ. ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതാണ്? തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവം വോൾട്ടെയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ. റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. 10ാം ക്ലാസ് ടെക്സ്റ്റിനകത്തുള്ള ആ ഓർഡർ വൈസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ്, 1957 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻസിൽ 1957 കലാപം ആരംഭിച്ചത് ആവതിലാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. 1957 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് ശരിയായത്. 2ഉം 4ഉം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നെ 1957 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. നെക്സ്റ്റ് വരുന്നത്, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻസ് നോക്കാം. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. ദിവസം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ. മാർത്താണ്ഡവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ അതിൻ്റെ ആൻസർ. ഇതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്റോണിയോ ഗുട്ടറസ്. നെക്സ്റ്റ്, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. നെക്സ്റ്റ് വരുന്നത്, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ആൻസർ ഏതാണ് വരിക? താപീയ മധ്യരേഖ. ഉയർന്ന താപനില, താപീയ മധ്യരേഖ. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. അടുത്തത്, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. നാഥുല ചുരം, സോജില ചുരം, ഷിപ്കില ചുരം, ദിബുലേഖ് ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് ലിപുലേഖ് ചുരം. ഏതാണ്? ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ഏതാണ്? ലിപുലേഖ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേഖ് ചുരമാണ്. അടുത്തത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ദേശീയ ജലപാതയിലാണ്? പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ദേശീയപാതയിലാണ്? ദേശീയ ജലപാതയിലാണ് ഉള്ളത്. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി ഏത് ദേശീയ ജലപാതയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. ദേശീയ ജലപാത 5. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ദേശീയ ജലപാത 5. ബ്രഹ്മണി 5 ദേശീയ ജലപാത 5. നെക്സ്റ്റ് വരുന്നത് 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസ് വരുന്നത് നാൽ സരോവർ, ഗുഗമൽ ദേശീയോദ്യാനം, സോർസൻ, ദുധ്വ ദേശീയോദ്യാനം. ഇതിലേതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി സോർസൻ. എവിടെയാണിത്? 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസനാണ് രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം. സോർസൻ രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് വരുന്നത് താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ഓപ്ഷൻസിൽ കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ, ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈയാണ്, ശിവരാമൻ കമ്മിറ്റിയാണ്, 1982 സ്ഥാപിച്ചു. എന്താണിത്? നബാർഡ് അല്ലേ? നബാർഡ് 1982 സ്ഥാപിച്ചു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസിൽ കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, ഇടുക്കിയുണ്ട്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. സ്പൈസസ് കോഴിക്കോടാണ് അല്ലേ? മിഠായിത്തെരി ഓർത്താൽ സ്പൈസസുകളെ കൊണ്ട് നിറഞ്ഞെന്ന് ഓർത്താൽ മതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 66-69 കാലഘട്ടം അല്ലേ? പ്ലാൻ ഹോളിഡേ 66-69 കാലഘട്ടം. 66-69 പ്ലാൻ ഹോളിഡേ. അടുത്തത് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസിൽ മൻമോഹൻ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, നരസിംഹ റാവു, നരേന്ദ്ര മോദി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നരസിംഹ റാവു. ഇതാണ് നരസിംഹ റാവു. 91 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതാണ്? നരസിംഹ റാവു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മുംബൈയാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3 മാത്രമാണ് അല്ലാത്തത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു, തൊഴിൽ വൈദഗ്ധ്യവും നമുക്ക് വേണം അല്ലേ? യോഗ്യത അടിസ്ഥാനം, തൊഴിൽ വൈദഗ്ധ്യം. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS.
ഹരി നായർ IAS. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻസിൽ 1-ാം വായന, 2-ാം വായന, 3-ാം വായന, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 2-ാം വായന. ഓപ്ഷൻ ബി, 2-ാം വായന. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്ന എപ്പോഴാണ്? 2-ാം വായനയിലാണ്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻസ് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാകും. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 1 മാത്രം. 2ഉം 1 മാത്രം. 2ഉം 1 അല്ലേ? ഒന്നിനുള്ളത് പറഞ്ഞാൽ പോരെ. 2ഉം 1 മാത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? ഓപ്ഷൻസിൽ 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. പോക്സോ ആക്ട് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ബാധകമാണ്. നെക്സ്റ്റ് വരുന്നത്, കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? ജീവനം, സമന്വയ, സുനീതി, മന്ദഹാസം. ആൻസർ ഇതാണ്. ഓപ്ഷൻ സി, സുനീതി. നീതി അല്ല, സാമൂഹ്യനീതി, സുനീതി കൊടുക്കാൻ. വീട്ടുപടിക്കലാണ് സുനീതി. നെക്സ്റ്റ് വരുന്നത്, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രംഗശ്രീ. രംഗകല, രംഗശ്രീ. ഓപ്ഷൻ ബി, രംഗശ്രീ. അടുത്തത്, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ എന്തെല്ലാം? ഓപ്ഷൻസ് നോക്കാം. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങൾ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ആണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും അല്ല. തെറ്റായ പ്രസ്താവനകൾ ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ബി, അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെ. സി, അനുച്ഛേദം 16 അവസര സമത്വ നിഷേധത്തിനെതിരെ. ഡി, അനുച്ഛേദം 17 അയിത്താചരണത്തിനെതിരെ. ഏത് മൗലികാവസ്ഥത്തിനെതിരെയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 14 തുല്യത അല്ലേ? അനുച്ഛേദം 14 തുല്യത, നിയമവാഴ്ച. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ഒരു ജീവി ഏതാണ്? ഓപ്ഷൻസിൽ മാംസാഹാരികൾ, ഉൽപാദകർ, ദ്വിതീയ ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, പ്രാഥമിക ഉപഭോക്താക്കൾ. പ്രാഥമിക ഉപഭോക്താക്കൾ ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ
പ്രാഥമിക ഉപഭോക്താക്കൾ വരുന്നു. അടുത്തത് ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഏത്? ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കമൻസാലിസം. കമൻസലിസം COMME എന്നുള്ളതാണ് കമൻസാലിസം. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത്? കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ജീൻ ബാങ്കുകൾ, നാഷണൽ പാർക്കുകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജീൻ ബാങ്കുകൾ. ഓപ്ഷൻ സി ആണ് ജീൻ ബാങ്കുകൾ. ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത് ജീൻ ബാങ്കുകൾ. നെക്സ്റ്റ്, ഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസിൽ ഹെപ്പാരിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഹെറുഡിൻ. ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ഹെപ്പാരിൻ ആണ് ചെയ്യുക. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഹെപ്പാരിൻ. നെക്സ്റ്റ്, 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഓപ്ഷൻസിൽ CR നീലകണ്ഠൻ, കല്ലേൻ പൊക്കുടൻ, ശ്രീമൻ നാരായണൻ, മയിലമ്മ. ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീമൻ നാരായണൻ. എന്താണത്? PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് അല്ലേ? 26ാമത് PV മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായൺ മെമ്മോറിയൽ അവാർഡ് പരിസ്ഥിതി പ്രവർത്തകനാണ്. നെക്സ്റ്റ് വരുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡ്ഹീഷൻ ബലം, കൊഹീഷൻ ബലം, ഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ആൻസർ അഡ്ഹീഷൻ ബലം. ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലം. ഓപ്ഷൻ എ ആണ്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 11.2 km/s. 11.2 km/s. ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? നാരങ്ങഞ്ഞക്കി, കത്രിക, ബോട്ടിൽ ഓപ്പണർ, ചവണ എന്നിവയുണ്ട്. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ വരുന്നത് ചവണയാണ്. ആൻസർ ഏതാണ്? ചവണ. ഓപ്ഷൻ ഡി ചവണയാണ്. അടുത്തത്, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ വരുന്നത് അതാണ് ഇന്ത്യയാണ്. ഇന്ത്യയാണ് 4ാമത്തെ രാജ്യം, ഇന്ത്യയാണ്. അടുത്തത്, ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ഏത്? SO2, NO2, ZNO, CaO. ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ZNO, സിങ്ക് ഓക്സൈഡ്. ആംഫോറ്ററിക് ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്. ഇനി കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി HG, മെർക്കുറി. ഓപ്ഷൻ ഡി HG. ഇനി ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? PVP. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഗേ-ലൂസാക്സ് നിയമം. ആൻസർ ഏതാണ്? ബോയിൽ നിയമം. ഓപ്ഷൻ എ ബോയിൽ നിയമം. നെക്സ്റ്റ് വരുന്നത്, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാണ്? ഓപ്ഷൻസിൽ കാഡ്മിയം, നിയോഡിമിയം, റോസിയം, തോറിയം. നോക്കാം ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ബി നിയോഡിമിയം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് നിയോഡിമിയം. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വരുന്നത്, അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു, തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി, തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, തിരുവനന്തപുരം
കണ്ണമ്മൂലയിൽ ജനിച്ചു. വെങ്ങാനൂർ ആണല്ലേ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് PT ഉഷ. PT ഉഷയാണ്. നെക്സ്റ്റ് വരുന്നത് കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ്? സേതു കാലം, രവി ഖസാക്കിൻ്റെ ഇതിഹാസം, സുഹ്റ എൻ്റെ പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു, പപ്പു ഓടയിൽ നിന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സുഹ്റ. ഇതാണ് തെറ്റായ പ്രസ്താവന. സുഹ്റ, ഓപ്ഷൻ സി ആണ് തെറ്റായത്. നെക്സ്റ്റ് വരുന്നത് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ആൻസർ മൈക്കൽ ആഞ്ചലോ. ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ. നെക്സ്റ്റ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? റാം കെയർ ഓഫ് ആനന്ദി നോവലിൻ്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജൻ. ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിൻഡോസ്. അടുത്തത് ഇ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണ്? ഇ ഗവേൺസിനെ പറ്റി ഓപ്ഷൻസിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപകരണം ഏതാണ്? വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാനുള്ള ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗേറ്റ്വേ. അടുത്ത് വരുന്നത് വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? 2005 പ്രകാരം ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയത്? സർക്കുലറുകൾ, കോൺട്രാക്റ്റ്, അന്വേഷണ പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ലോഗ് ബുക്കുകൾ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ഓപ്ഷൻ സി ആണ്. അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്, പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത്. നെക്സ്റ്റ് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി വിവര അവകാശം. അടുത്തത് ലൈംഗിക കുറ്റകൃത്യത്തിൽ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാകുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന വ്യക്തികളിൽ മാത്രം, ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആൾ, ഇരയായ കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മാത്രം, കുട്ടികളുടെ നിയന്ത്രണത്തിലുള്ള വ്യക്തികൾ. ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണ് 48ൻ്റെ ആൻസർ. നെക്സ്റ്റ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്ന ആരല്ല? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരല്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിട്ടില്ല ആരൊക്കെ? ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാന ബന്ധമുള്ള വ്യക്തികൾ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നെക്സ്റ്റ് 13/125 ദശാംശ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 0.104. നെക്സ്റ്റ് 5ാം വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ആൻസർ ഓപ്ഷൻ സി ആണ് 11,025. ഏത് സംഖ്യയുടെ 25% 15? ആൻസർ ഓപ്ഷൻ ഡി ആണ് 20. നെക്സ്റ്റ് വരുന്നത്
രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 60 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 30. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 6 ആണ് ആൻസർ. ഓപ്ഷൻ എ 6. ഓപ്ഷൻ എ 6. നെക്സ്റ്റ്, സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി. വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. നെക്സ്റ്റ്, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ്? an+b. ഓപ്ഷൻ ഡി ആണ് ആൻസർ. an+b. അടുത്തത്, ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 105. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 800. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ആൻസർ ഓപ്ഷൻ ബി ആണ് 24. നെക്സ്റ്റ് വരുന്നത്, ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ആൻസർ ഓപ്ഷൻ ബി ഈസ്. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഈസ് ആണ് വരുന്നത്. നെക്സ്റ്റ്, ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ആൻസർ ഓപ്ഷൻ എ ആണ് ഓഫ്. അക്യൂസ്ഡ് മീ ഓഫ്. അക്യൂസ്ഡ് മീ ഓഫ്. നെക്സ്റ്റ്, വി ഹാവ് ബീൻ ലിവിങ് ഹിയർ 5 years. We have been living here dash 5 years. For 5 years. 5 years. For 5 years. Next, Sina dash tomorrow to attend the wedding. Sina dash tomorrow to attend the wedding. Answer option D ആണ് will come. Sheena will come. Option D ആണ് will come. It was dash ununanimous decision. Answer option A വരുന്നു. It was a unanimous. It was a unanimous decision. It was a unanimous decision. Next, one who treats skin disease is known as. One who treats skin disease is known as. Skin disease. Skin disease is known as dermatology. Dermatologist ആണ് സ്കിൻ ഡിസീസിനെ നോക്കുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നത് ഡെർമറ്റോളജിസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്. ഡു യു മൈൻഡ്. ഡു യു മൈൻഡ്. ആൻസർ റൈറ്റിംഗ്. ഡു യു മൈൻഡ് അല്ലേ, ഹാൻഡ് റൈറ്റിംഗ് വരിക. ING ഫോം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെൻറ്റ്. Meaning of the word dormant. Meaning of the word dormant. Inactive. Inactive. Next, the evening was dash than the morning. The evening was dash than the morning. Answer option B hotter. Hotter than the hotter. Hotter than the morning. Comparative degree. Next, nothing will happen dash. Question tag. ഏതാണ് nothing will happen? Will it? Will it? Will it? Nothing not ആണ്. നെക്സ്റ്റ് വരുന്നത് ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഗാധത. അടുത്തത്, ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം ഏതാണ്? ലേൺ ബൈ ഹാർട്ടിൻ്റെ മലയാള പ്രയോഗം ഏതാണ്? ഹൃദിസ്ഥമാക്കുക എന്നാണ്. ഹൃദിസ്ഥമാക്കുക. ഓപ്ഷൻ ഡി ഹൃദിസ്ഥമാക്കുക എന്നതാണ്. ഇനി ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ജന്മം മുതൽ. ആൻസർ ഏതാണ്? ആ ജന്മം. ആൻസർ ഓപ്ഷൻ ബി ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏതാണ്? മഞ്ഞിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹരിണം. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി ശിഷ്ടൻ. സി ആണ്. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. ഓപ്ഷൻ സി. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും?
തീ പ്ലസ് കനൽ. ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. നെക്സ്റ്റ്, നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ സി ആണ് കേട്ടോ, നായിക. ഓപ്ഷൻ സി. ശബ്ദം എന്നർത്ഥം വരാത്ത പദം. ശബ്ദം എന്നർത്ഥം വരാത്ത പദം. വാണി. ഓപ്ഷൻ ഡി വാണി. നെക്സ്റ്റ് 80. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പൂജക ബഹുവചന ഉദാഹരണം അല്ലാത്തതാണ് അധ്യാപകമാർ. അധ്യാപകമാർ. ഓപ്ഷൻ ഡി അധ്യാപകമാർ. നെക്സ്റ്റ് വരുന്നത്, ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. ഈ കുട്ടിയുടെ മധ്യമഭാരം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് 32. ഒരു കർഷകന് ഒരു മാസം കിട്ടുന്ന റബ്ബർ ഷീറ്റിന് വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് 9.6. ഓപ്ഷൻ ഡി ആണ് 9.6. നെക്സ്റ്റ്, ഒരു ക്ലബിൽ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന വൃത്തമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് 25. നെക്സ്റ്റ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കാണ്. ഇതിൽ ആൻസർ ഏതാണ് വരിക? എല്ലാം മധ്യമ സ്കോർ ആണല്ലോ. ആൻസർ ഓപ്ഷൻ എ ആണ് 22. അടുത്തത് 85ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 86ൻ്റെ ആൻസർ വരുന്നത് 86ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 87 ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 88 ഓപ്ഷൻ ബി ആണ്. ഇനി 89 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 30 സംഖ്യയുടെയും മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്രയാണ്? 90യുടേത് ഓപ്ഷൻ എ ആണ് 360. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 92 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത്രയും കണക്ക് ചെയ്ത് തരുമ്പോൾ ഹോളിൽ നിന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. 93 ആൻസർ ഓപ്ഷൻ ഡി. 94ൻ്റെ ആൻസർ വരുന്നത് 3, 5, 9, 10, 11, 4, 5, 18 എന്നൊരു മധ്യമം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 95ൻ്റെ ആൻസർ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 97 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് നോക്കേണ്ട ഒന്ന് പോസ് ചെയ്തിട്ട് കണ്ടാൽ മതി. അത് വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ ഉണ്ടാവാൻ സാധ്യത എത്രയാണ്? ആൻസർ കൊടുത്തേക്കുന്നത് റോഷൽ ആൻസർ കീ 1/7. 99 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 100ൻ്റെ ആൻസർ വരുന്നതാണ്. ഇതൊക്കെ പോസ് ചെയ്ത് വായിച്ച് ക്വസ്റ്റ്യൻ നോക്കി എടുക്കണം. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണമെന്ന്. ഓക്കെ, എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ഈ മാധ്യമമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് UPSC കഴിഞ്ഞ പ്രാവശ്യത്തെ UPSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.